വെൽക്കം ടു കോളേജ് ക്യൂരിയോസിറ്റി യൂട്യൂബ് ചാനൽ. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കോളറിഡ്ജിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. BA ഇംഗ്ലീഷ് സെമസ്റ്റർ 2 ഓഫ് കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേർഡ്സ്വർത്തിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ 1 വേർഡ് ചോദിച്ചിട്ടുള്ളതാണ് ഹൂ ആർ ദി ലേക്ക് പോയറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ചോദിച്ചിട്ടുണ്ട് എന്താണ് വേർഡ്സ് വിത്ത് പാൻതീസം. അതുപോലെ ലേക്ക് പോയറ്റ്സ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 2 മാർക്കിന് ലിറിക്കൽ ബലാഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുക. അതുപോലെ ലേക്ക് പോയറ്റ്സ് 2 മാർക്കിനും 4 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ വേർഡ്സ് വിത്ത് പാൻതീസം, ഇതെല്ലാം നോക്കിയിട്ട് പോവുക. അപ്പോൾ നമുക്കിന്ന് കോളറിഡ്ജ് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ആ ഒരു വേർഡ്സ്വർത്തിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദ ടിൻറ്റൺ അബി, അതുപോലെ ദ പ്രെല്യൂഡ് പോസ്റ്റ്മസ്ലി പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1850, ദെൻ മൈക്കിൾ, അതുപോലെ ലൂസി ഗ്രേ, അതുപോലെ റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്, ദെൻ ദ സോളിറ്ററി റീപ്പർ, ദ ഡാഫോഡിൽസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1807, ഓഡ് ഓൺ ദി ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി, അതുപോലെ ദി സോണറ്റ്സ് ഡെഡിക്കേറ്റഡ് ടു നാഷണൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ലിബർട്ടി. അതുപോലെ നമുക്കറിയാം ഹി വാസ് എ സോങ്സ് സപ്പോർട്ടർ ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ റെയിൻ ഓഫ് ടെറർ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ കോളറിഡ്ജ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അസ്യുനോ നമ്മുടെ കോളറിഡ്ജും വരുന്നത് ഓൾഡർ റൊമാൻറ്റിക്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലാണ്. മറ്റൊരു പേര് എന്താണ്? ഓൾഡർ റൊമാൻറ്റിക്സ്, അല്ലെങ്കിൽ എന്താണ് അതർ നെയിംസ് ലേക്ക് പോയറ്റ്സ്, അല്ലെങ്കിൽ ഓൾഡർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ. ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ആ ഒരു ഫസ്റ്റ് ജനറേഷൻ റൊമാൻറ്റിക് പീരീഡിൽ വരുന്നതാണ് വില്യം വേർഡ്സ്വർത്ത്, സർ വാൾട്ടർ സ്കോട്ട്, സാമുവൽ ടൈലർ കോളറിഡ്ജ്, അതുപോലെ റോബർട്ട് സതി. അപ്പോൾ ഇന്ന് നമുക്ക് സാമുവൽ ടൈലർ കോളറിഡ്ജിനെ കുറിച്ചാണ് നോക്കേണ്ടത്. He was born in the year 1772 and died in the year 1834. He was a gigantic genius, but he was addicted to opium. So 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. He was addicted to what? He was addicted to opium. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ അത് ബാധിച്ചു. Dreams of writing great books were never realized because he was addicted to opium. അതുപോലെ ഹിസ് പോയറ്റിക് ഔട്ട്പുട്ട് വേർ വെരി ലിറ്റിൽ, വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ബട്ട് ദേ ഓൾ ആർ റിച്ച് ഇൻ എക്സലൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൽ നോൺ പോയംസ് പരിശോധിച്ചാൽ ദ റൈം ഓഫ് ദി ഏൻഷ്യൻ മാരിനർ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1798, അതുപോലെ ക്രിസ്റ്റബൽ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1816, കുബ്ലാ ഖാൻ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1816, ഡിജക്ഷൻ ആൻഡ് ഓഡ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1802, ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1816. അപ്പോൾ വേർഡ്സ്വർത്തിനെ പോലെ തന്നെ Samuel Taylor Coleridge was also a strong supporter of French Revolution. അതായത് he went through all the stages of these revolutionary period. Also എന്താണ് ഏതൊക്കെ റിയാക്ഷൻ ലൈക്ക് ഫോൾ ഓഫ് ബാസിലേക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, Coleridge thought of creating an ideal image of future and with Robert Sade planned the utopian scheme of Pandysocracy. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും യുട്ടോപ്യൻ സ്കീം ഓഫ് പാൻഡിസോക്രസി എന്താണെന്ന്. 1794 കോളറിഡ്ജ് വിത്ത് റോബർട്ട് സദേ കൊണ്ടുവന്ന ഒരു ആശയമാണ്. ഇതെന്താണ്? ദേ വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് എ കമ്മ്യൂണിറ്റി, എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വെയർ ഓൾ റൂൾസ് ആർ ഈക്വൽ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ അതിനുവേണ്ടി അവരൊരു സൈറ്റൊക്കെ കണ്ടുപിടിച്ചായിരുന്നു, ലൈക്ക് ബാങ്ക്സ് ഓഫ് ദി സസ്കോയ ഹന്ന റിവർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നടന്നില്ല. ദി പ്രോജക്റ്റ് വാസ് കൊളാപ്സ്ഡ് ഡ്യൂ ടു എന്താണ് നമുക്കറിയാം റെയിൻ ഓഫ് ടെററും ആ ഒരു പീരീഡിലാണ് ഈ ഒരു ആശയം കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് പാൻഡിസോക്രസി? ഇറ്റ് ഈസ് എ ഗ്രീക്ക് വേർഡ് മീനിങ് ഈക്വൽ ഓർ ലെവൽ ഗവൺമെൻറ് ഫോർ ഓൾ. അപ്പോൾ ഇതെന്താണ്? ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വെയർ ഓൾ റൂൾസ് ആർ ഈക്വൽ. അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ്? കോളറിഡ്ജ് അലോങ് വിത്ത് റോബർട്ട് സദേ. ബട്ട് ഇറ്റ് വാസ് എ ഫെയിലിയർ. കാരണം എന്താണ് നമുക്കറിയാം, കോളറിഡ്ജ് വാസ് അഡിക്റ്റഡ് ടു ഓപ്പിയം. അതുപോലെ തന്നെ കോളറിഡ്ജും അതുപോലെ റോബർട്ട് സദേ ദേ വെയർ ഫ്രണ്ട്സ്. അപ്പോൾ റോബർട്ട് സദേ അദ്ദേഹം ഒരു പോയിറ്റാണ്. അപ്പോൾ ദേ വെയർ കോളേജ് ഫ്രണ്ട്സ്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ആശയങ്ങൾ തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ ഹി വാസ് അഡിക്റ്റഡ് ടു ഓപ്പിയം, കോളറിഡ്ജ് വാസ് അഡിക്റ്റഡ് ടു ഓപ്പിയം. അതുകൊണ്ടൊക്കെ തന്നെ അതുപോലെ റെയിൻ ഓഫ് ടെറർ, അതുപോലെ ഫ്രഞ്ച് റെവല്യൂഷൻ, അതെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു എന്താണ് യുട്ടോപ്പിയൻ സ്കീം ഓഫ് പാൻഡിസോക്രസി വാസ് എ ഫെയിലിയർ. ഓക്കെ, നമ്മൾ വേർഡ്സ്വർത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു റെയിൻ ഓഫ് ടെറർ ആ ഒരു കാലഘട്ടം അദ്ദേഹത്തെയും എന്താണ് ബാധിച്ചു, അല്ലെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനെ ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ കോളറിഡ്ജ് വാസ് ഓൾസോ ഡിസില്യൂഷൻഡ് ഡ്യൂ ടു ദിസ് റെയിൻ ഓഫ് ടെറർ. He expressed it in Ode on the Departing Year, published in the year 1796. Also in the France, published in the year 1798. He expressed those disillusionment, etc. അദ്ദേഹത്തിൻ്റെ റിയാക്ഷനൊക്കെ
ഈ ഒരു വർക്സിലാണ് അദ്ദേഹം എഴുതിയത്. നമ്മൾ വേർഡ്സ്വർത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ടു ദി സ്കൈലാർക്ക് എന്ന് പറയുന്ന പോയത്തിലാണ് അദ്ദേഹം ആ ഒരു ഈ ഒരു റെവല്യൂഷനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത്. കോളറിഡ്ജ് ഹാസ് ടു ഹിസ് ക്രെഡിറ്റ് പ്രോസ് വർക്ക്സ് ടു. അദ്ദേഹം ഒരു പോയറ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ബയോഗ്രഫിയ ലിറ്റററിയ, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1817. അദ്ദേഹത്തിൻ്റെ ഓൺലി ക്രിട്ടിക്കൽ വർക്ക് ദാറ്റ് കെയിം ഔട്ട് ഇൻ ഹിസ് ലൈഫ് ടൈം ഏതെന്ന് ചോദിച്ചാലും ബയോഗ്രഫിയ ലിറ്റററിയ ആണ്. കോളറിഡ്ജ് വാസ് ഓൾസോ എ ഗ്രേറ്റ് ക്രിട്ടിക്. ഹി വാസ് എ ഗ്രേറ്റ് പോയറ്റ് ആസ് വെൽ ആസ് എ ഗ്രേറ്റ് ക്രിട്ടിക്. ഹി റോട്ട് പ്രോസ് വർക്ക്സ് ടു. ആ പ്രോസ് വർക്കിൻ്റെ പ്രത്യേകത മോസ്റ്റ് ഓഫ് ഇറ്റ് വെയർ ലൈക്ക് ഫിലോസഫിക്കൽ ആൻഡ് ജേർണലിസ്റ്റിക്കൽ. Then Coleridge, a great critic, his analysis of Wordsworth theory of poetry very famous. Then അപ്പോൾ ഞാൻ പറഞ്ഞു ബയോഗ്രഫിയ ലിറ്ററേറിയ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1817, only critical work that came out in his lifetime. അടുത്ത ഒരു പോയറ്റ് അല്ലെങ്കിൽ നോവലിസ്റ്റാണ് സർ വാൾട്ടർ സ്കോട്ട്, സ്കോട്ടിഷ് നോവലിസ്റ്റ്. ഹി വാസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് പീരീഡ്? ഫസ്റ്റ് ഫേസ്. യങ്ങറല്ല, ഓൾഡർ റൊമാൻറ്റിക്സിൽ വരുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന ഗ്രൂപ്പിൽ വരുന്ന മറ്റൊരു ആളാണ്, മറ്റൊരു നോവലിസ്റ്റാണ് സർ വാൾട്ടർ സ്കോട്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടെന്ന് പറയേണ്ട ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ഹീസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റാണ്, അതുപോലെ പോയറ്റാണ്, ഹിസ്റ്റോറിയൻ ആണ്, അതുപോലെ ബയോഗ്രഫറാണ്. He was the inventor and the greatest practitioner of the historical novel. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ഓർത്തിരിക്കുക. ദ ലേഡി ഓഫ് ദി ലാസ്റ്റ്, അതുപോലെ മിനിസ്ട്രൽ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1805, അതുപോലെ ദ ലേഡി ഓഫ് ദി ലേക്ക് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1810. ഇപ്പോൾ രണ്ട് വർക്ക് ഓർത്തിരിക്കുക. ദ ലേഡി ഓഫ് ദി ലാസ്റ്റ് മിനിസ്ട്രൽ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1805 ആൻഡ് ദ ലേഡി ഓഫ് ദി ലേക്ക് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1810. അടുത്ത ഒരു വ്യക്തി പോയറ്റ് റോബർട്ട് സദേ, ഇൻക്ലൂഡഡ് ഇൻ റൊമാൻറ്റിക്, ഓൾഡർ റൊമാൻറ്റിക്സ്. റോബർട്ട് സദേ നേരത്തെ പറഞ്ഞു, നമ്മൾ പാൻറ്റിസോക്രസി പറഞ്ഞപ്പോൾ റോബർട്ട് സദേനെ കുറിച്ച് പറഞ്ഞു. കോളറിഡ്ജിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഹി വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്. അസോസിയേഷൻ വിത്ത് കോളറിഡ്ജ് ആൻഡ് വേർഡ്സ്വർത്ത് അദ്ദേഹത്തെ ഫേമസ് ആക്കി, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് റോബർട്ട് സദേ? ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് അല്ലെങ്കിൽ അസോസിയേഷൻ വിത്ത് കോളറിഡ്ജ് ആൻഡ് വേർഡ്സ്വർത്ത്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ജോൺ ഓഫ് ആർക്ക്, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1796. He had ardent sympathy for French Revolution and can be seen in his work Joan of Arc. In 1794 he met Coleridge and they together wrote verse drama The Fall of Robespierre, published in the year 1794. ഇപ്പോൾ പാൻറ്റിസോക്രസി അല്ലെങ്കിൽ യൂട്ടോപ്പിയൻ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി, അതൊക്കെ ഓർത്തിരിക്കുക. അതെന്താണെന്ന് ഓർത്തിരിക്കുക, ആ ഒരു ആശയം എന്താണെന്ന് ഓർത്തിരിക്കുക, അതിൻ്റെ ഫെയിലിയർ കാരണങ്ങളൊക്കെ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഈ രണ്ട് സ്ഥലത്ത് നിങ്ങൾക്ക് എഴുതാം, റോബർട്ട് സദേ ആസ് വെൽ ആസ് കോളറിഡ്ജിൻ്റെ സ്ഥലത്ത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് സാമുവൽ ടൈലർ കോളറിഡ്ജ്, ബോൺ ഇൻ ദ ഇയർ 1772, ഡൈഡ് ഇൻ ദ ഇയർ 1834. അപ്പോൾ ഇതൊന്നും ഓർത്തിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഓർത്തിരിക്കുക. ദ റൈം ഓഫ് ദി ഏൻഷ്യൻ മറൈനർ ഏതെങ്കിലും 2-3 ഓർത്തിരിക്കുക, ഇയറും ഓർത്തിരിക്കുക. അതുപോലെ ക്രിസ്റ്റബൽ, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1860, പക്ഷേ 1797 എഴുതിയത്. കുബ്ലാ ഖാൻ, റിട്ടൺ ഇൻ 1798 ബട്ട് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1816. ഡിജക്ഷൻ ആൻഡ് ഓഡ്, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1802. അതുപോലെ ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ്, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1816. അതുപോലെ അദ്ദേഹത്തിൻ്റെ യൂട്ടോപ്പിയൻ സ്കീം ഓഫ് പാൻറ്റിസോക്രസി ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് റോബർട്ട് സദേയുമായിട്ടുള്ള റിലേഷൻ അത് ഓർത്തിരിക്കുക. അപ്പോൾ എന്നാണ് ഈ ഒരു യൂട്ടോപ്പിയൻ സ്കീം ഓഫ് പാൻറ്റിസോക്രസി ഡിവൈസ്ഡ് ഇൻ ദ ഇയർ 1794. അതുപോലെ ബയോഗ്രഫിയ ലിറ്ററേറിയ, ആ ഒരു പ്രോസ് വർക്ക് ഓർത്തിരിക്കുക. ഒരു ക്രിട്ടിക്, അദ്ദേഹത്തെ ഒരു ഗ്രേറ്റസ്റ്റ് ക്രിട്ടിക് ആക്കിയ ഒരു വർക്കാണ് ബയോഗ്രഫിയ ലിറ്ററേറിയ, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1817. മോസ്റ്റ് വാല്യുബിൾ പ്രോസ് വർക്കാണ്. ആ ഒരു വർക്കും ആ ഒരു ഡേറ്റും പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഓർത്തിരിക്കുക. ദെൻ സർ വാൾട്ടർ സ്കോട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്കോട്ടിഷ് നോവലിസ്റ്റ്, നോട്ടബിൾ വർക്ക് ദ ലേഡി ഓഫ് ദി ലാസ്റ്റ് മിനിസ്ട്രൽ, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1805. അതുപോലെ മറ്റൊരു വർക്ക് 1810 പബ്ലിഷ് ചെയ്തതാണ് ദ ലേഡി ഓഫ് ദി ലേക്ക്. അതുപോലെ ഹിസ്റ്റോറിക്കൽ നോവലിൻ്റെ ഇൻവെൻറ്ററും അതുപോലെ ഗ്രേറ്റസ്റ്റ് പ്രാക്ടീഷണറുമാണ് ആര്? സർ വാൾട്ടർ സ്കോട്ട്. ദെൻ റോബർട്ട് സദേ നമ്മൾ പഠിച്ചു. ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ വിത്ത് കോളറിഡ്ജ് ആൻഡ് വേർഡ്സ്വർത്ത് made him very famous. അതുപോലെ ജോൺ ഓഫ് ആർക്ക്, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1796. എന്താണ്? ഹിസ് ardent sympathy for French Revolution can be seen. അതുപോലെ ദി ഫോൾ ഓഫ് റോബസ്പെയറി, എ വേഴ്സ് ഡ്രാമ, wrote along with 1794 Coleridge, published in the year 1794, ദി ഫോൾ ഓഫ് റോബസ്പെയറി. അതുപോലെ
അദ്ദേഹവും എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തു? ആ ഒരു ആശയം പാൻറ്റിസോക്രസി ഓർ യൂട്ടോപ്യൻ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി, അതും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഓൾഡർ റൊമാൻറ്റിക്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഓൾഡർ റൊമാൻറ്റിക്സ് എന്താണ്? പോയട്രി ഓഫ് ഏർലി റെവല്യൂഷണറി പീരീഡ് ആണ് ഓൾഡർ റൊമാൻറ്റിക്സിൽ വരുന്നത്. അതർ നെയിംസ് ലേക്ക് പോയറ്റ്സ് അല്ലെങ്കിൽ ഓൾഡർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ആണ്. അപ്പോൾ അത് കൺസിസ്റ്റ് ഓഫ് വില്യം വേർഡ്സ്വർത്ത്, സർ വാൾട്ടർ സ്കോട്ട്, സാമുവൽ ടൈലർ കോളറിഡ്ജ്, അതുപോലെ റോബർട്ട് സദേ. അപ്പോൾ എന്താണ് ലേക്ക് പോയറ്റ്സ്? ദീസ് പോയറ്റ്സ് അറ്റ് സം ടൈം ഹാഡ് ലീവ്ഡ് ഇൻ ദി ലേക്ക് ഡിസ്ട്രിക്ട് ഓഫ് നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട്. ഇപ്പോൾ വേർഡ്സ്വർത്ത് തന്നെ എടുത്താൽ ഹി വാസ് ബോൺ ഇൻ ലേക്ക് ഡിസ്ട്രിക്ട് ഓഫ് നോർത്തേൺ ഇംഗ്ലണ്ട് ഇൻ 1770 and died in 1850. Lyrical ballad published in 1798 written with Coleridge. അതുപോലെ helped to launch the English Romantic movement. വില്യം വേർഡ്സ്വർത്ത് helped to launch English Romantic movement. അതുപോലെ മറ്റ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന കുറച്ച് പോയിൻ്റാണ് വില്യം വേർഡ്സ്വർത്തിൻ്റെ. ആഫ്റ്റർ 3 months ഓഫ് ഹിസ് ഡെത്ത് ദ പ്രില്യൂഡ് വാസ് പബ്ലിഷ്ഡ് ബൈ ഹിസ് വൈഫ് ഇൻ ദ ഇയർ 1850. അതുപോലെ അദ്ദേഹത്തിൻ്റെ എന്താണ് ജീവചരിത്രം നോക്കിയാൽ അറ്റ് ദ ഏജ് ഓഫ് 7 ഹി ലോസ്റ്റ് ഹിസ് മദർ, അറ്റ് ദ ഏജ് ഓഫ് 13 ഹി ലോസ്റ്റ് ഹിസ് ഫാദർ, ദെൻ ഹിസ് ഗാർഡിയൻ അങ്കിൾ സെൻഡ് ഹിം ടു ദി ഗ്രാമർ സ്കൂൾ. അതൊക്കെ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ 4 മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഓർത്തിരിക്കുക ഓൾഡർ റൊമാൻറ്റിക്സ് എന്താണ്, അതിൽ വരുന്ന പോയറ്റ്സ് ആരൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യങ്ങർ ഗ്രൂപ്പ്, യങ്ങർ റൊമാൻറ്റിക്സ്, സെക്കൻഡ് ജനറേഷൻ പോയറ്റ്സ് അവരെക്കുറിച്ച് പഠിക്കും. ബൈറോൺ, ഷെല്ലി, ജോൺ കീറ്റ്സ്. അതിനുശേഷം നമ്മൾ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് പീരീഡ്, അതുപോലെ ഫ്രഞ്ച് റെവല്യൂഷൻ, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊമാൻറ്റിക് പീരീഡ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ 5th ചാപ്റ്റർ കഴിയും. ദെൻ വി ഹാവ് ടു ഗോ ത്രൂ 1, 2, 3, 4 ആ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്, ഹോപ്പ് യു എൻജോയ്ഡ്. ഹാവ് എ നൈസ് ഡേ.